1-2 ദിവസങ്ങൾക്ക് മുൻപാണ് സുരേഷ് ഗോപി എം.പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ചെലവഴിച്ചുകൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ഡയാലിസിസ് യൂണിറ്റും ലാബും സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായത്. അതായത് ഈ ഒരു ലാബും ഡയാലിസിസ് യൂണിറ്റും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ തുക സുരേഷ് ഗോപി എം.പി ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചെങ്കിലും അതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നൊരു സാഹചര്യം ഇല്ലാതിരിക്കുകയും അതിൻ്റെ പുറത്ത് അതിലൊരു ലാഗ് വരികയും ചെയ്തു. അതായിരുന്നു ഈ വാർത്തയ്ക്കൊക്കെ തന്നെ അടിസ്ഥാനം. എന്തോ നിർഭാഗ്യവശാൽ കേരളത്തിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഈ ഒരു വിഷയം പിന്നീട് കാര്യമായിട്ടൊരു ചർച്ചയ്ക്കൊന്നും വന്നില്ല. പ്രധാനമായിട്ടും ആരോഗ്യ മന്ത്രിയുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന ക്രെഡിറ്റ് ആർക്ക് പോകും എന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ഈ ഒരു ഡയാലിസിസ് യൂണിറ്റും ഇത്തരത്തിലുള്ള ഒരു ലാബും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ ഇതിൻ്റെ പേരിലും ഈ ശിലാഫലകത്തിലൊക്കെ തന്നെയും സുരേഷ് ഗോപിയുടെ എം.പി ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് എന്ന തരത്തിൽ വരുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ എന്തായാലും അത് പരമാവധി വൈകിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടെടുത്തത്. അതിൻ്റെ പേരിലാണ് ഇത് വിവാദമാവുകയും ചെയ്തത്. എന്തായാലും സുരേഷ് ഗോപി പപ്പടം പൊടിച്ചതും കൈ കഴുകിയതൊക്കെ നോക്കി നിൽക്കുന്ന മാധ്യമങ്ങൾ വളരെ കുറഞ്ഞ സമയം മാത്രം ഈ ഒരു വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ഉൾവലിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇവിടുത്തെ LDF ഗവൺമെൻറ്റിനൊരു ഡ്രോബാക്ക് ആണ് അത് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ ആ ചർച്ച അവസാനിക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെയും ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അപ്രത്യക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ പല പദ്ധതികളിലും ഇത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആര് കൊണ്ടുപോകും എന്നുള്ളതുമായിട്ട് ഭയവുമായിട്ട് ബന്ധപ്പെട്ടും കുറേ പ്രശ്നങ്ങൾ വികസന പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൻ്റെ പുറത്ത് അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഈഗോയിൻ്റെ പുറത്ത് ജനങ്ങൾക്കത് കിട്ടാതെ പോകുന്നുള്ളത്. അതിലൊരു ഉദാഹരണമാണ് ഈ സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മെഡിക്കൽ കോളേജ് സംഭവം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ തന്നെ സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ് തൃശ്ശൂരിലെ സെൻട്രൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CFSLുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതായത് കേരളത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ തൃശ്ശൂരിലെ ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറയുന്നത്. കുറ്റാന്വേഷണ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ ഇതിന് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനായിട്ട് കേന്ദ്രം അനുമതി നൽകിയിട്ടും സംസ്ഥാന സർക്കാർ സ്ഥലം വിട്ടു നൽകാൻ വേണ്ടിയിട്ട് മടിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ രാമവർമ്മപുരത്ത് പോലീസ് അക്കാദമിക്ക് സമീപമാണ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഭൂമി കേന്ദ്രത്തിന് കൈമാറുന്നതിൽ സാങ്കേതിക നടപടിക്രമ പ്രശ്നങ്ങളൊക്കെ തന്നെയുമാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയൊക്കെ വൈകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരുവിധം നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ സുരേഷ് ഗോപി MP ആയതോട് കൂടിയിട്ട് ഈ ഒരു വിഷയം വീണ്ടും സജീവ ചർച്ചാ വിഷയമായി. കാരണം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു സെൻട്രൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം BJPയുടെ ആദ്യത്തെ MP ആണ് ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ളത്, എലക്റ്റഡ് MP ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ പോലെയുള്ള സ്ഥലത്ത് വരുന്നതിന് ഒരു അഭിമാനത്തോട് കൂടിയിട്ടോ അതല്ലെങ്കിൽ സ്വന്തം നേട്ടമായിട്ട് തന്നെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് നയമാണ് സംസ്ഥാന സർക്കാർ പിന്തുടരുന്നത്. അതൊരു പക്ഷേ സുരേഷ് ഗോപിക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോയാലോ അതല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ അതിന് ക്രെഡിറ്റ് പോയാലോ എന്നുള്ളൊരു ടെൻഷൻ്റെ പുറത്താണ് എന്നുള്ളത് നാട്ടുകാർ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതുപോലെ തന്നെ ക്രെഡിറ്റ് തട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വിവാദമാണ് കൊല്ലത്തുള്ള ESI മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം. അതായത് കൊല്ലം പാരിപ്പള്ളിയിലെ ESI മെഡിക്കൽ കോളേജ് ദക്ഷിണ കേരളത്തിലെ പ്രധാന ചികിത്സാ കേന്ദ്രമാണ് ESIയിലെ. ഇവിടെ PG കോഴ്സും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ആ ഒരു സാധനം ഇതുവരെ കേരള സർക്കാർ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് കരുതുന്നത് കൊല്ലം MP എന്ന് പറയുന്നത് പ്രേമചന്ദ്രനാണ്. അയാളാണ് ഈ ഒരു വിഷയം സഭയിൽ ഉന്നയിക്കുകയും പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അനുമതി നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു പദ്ധതി വരികയോ അതല്ലെങ്കിൽ ഈ ഒരു പദ്ധതി പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാന ക്രെഡിറ്റ് പോകുന്നത് ഈ പറയുന്ന NK പ്രേമചന്ദ്രന് തന്നെയായിരിക്കും. പക്ഷേ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടും ഇതുവരെ ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ NK പ്രേമചന്ദ്രനും ഇടതുപക്ഷവും അതല്ലെങ്കിൽ LDF ഗവൺമെൻറ്റുമായിട്ടൊക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ അറിയാവുന്നതാണ്. സോ അത്തരത്തിൽ ഒരു ക്രെഡിറ്റ് NK പ്രേമചന്ദ്രന് കിട്ടരുത് എന്നുള്ളതിൻ്റെ പുറത്ത് മനഃപൂർവ്വം വൈകിക്കുന്നതാണ് എന്ന് നാട്ടുകാർക്ക് തോന്നിയാൽ നമുക്ക് ഈ കാര്യത്തിലും നാട്ടുകാരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഏകദേശം ഇതിനൊക്കെ തന്നെയും സമാനമായിട്ടുള്ള ഒരു സംഗതിയാണ് കേരളത്തിലെ എയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കേരളത്തിൻ്റെ കാലങ്ങളായിട്ടുള്ളൊരു സ്വപ്നമാണ് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമുക്ക് വേണമെന്നുള്ളത്.
ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാങ്കേതിക വശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബജറ്റിൽ അവഗണന നേരിട്ടു, എയിംസ് പ്രത്യേകം പ്രഖ്യാപിച്ചില്ല എന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് വാദങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ അതല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന ആളുകളുടെ ഒക്കെ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായി നിൽക്കുന്ന ആളുകളുടെ ഒക്കെ തന്നെയും പ്രധാന വാദം എന്ന് പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിനാലൂരിൽ ഒരു സ്ഥലം ഏറ്റെടുത്ത് കാത്തിരിക്കുകയാണ്, പക്ഷേ എയിംസ് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇതിലൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്, അത് പൂർത്തിയാക്കാതെയാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു രാഷ്ട്രീയ ആരോപണം എന്നുള്ളതിലേക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ചില താല്പര്യങ്ങളുണ്ടായിരിക്കും. അയാൾ ആദ്യത്തെ എം പി ആണ് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അയാൾ പറയുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ അയാൾ പറയുന്ന ഏറ്റവും കുറഞ്ഞ പക്ഷം അയാളുടെ മണ്ഡലത്തിലെങ്കിലും ഈ എയിംസ് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു പക്ഷേ ഈ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മെല്ലപ്പോക്കുണ്ട്. പിന്നെ ഒരിക്കലും തന്നെയും ഈ പറയുന്ന ബി ജെ പിക്ക് കേരളത്തോട് വെറുപ്പാണ്, അതല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കുകയാണ്, ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തരാതിരിക്കുകയാണ് എന്നുള്ളതൊക്കെ തന്നെയും പറഞ്ഞിട്ട് അതല്ലെങ്കിൽ അതുകൊണ്ടാണ് എയിംസ് വൈകുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങൾക്കൊന്നും തന്നെ യാതൊരു കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ബി ജെ പി ഭരിക്കാത്ത, ഇതുവരെ ഭരിച്ചിട്ടില്ലാത്ത, കേരളത്തിനേക്കാൾ വോട്ട് ശതമാനം കുറവായിട്ടുള്ള, ബി ജെ പിക്ക് വേരോട്ടം കുറവായിട്ടുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെയും എയിംസ് അനുവദിക്കുകയും ഒരു തത്വത്തിലൊക്കെ തന്നെയും എയിംസിൻ്റെ പ്രവർത്തനം തുടങ്ങിയ സംസ്ഥാനങ്ങൾ പോലും ഉണ്ട് ബി ജെ പിക്ക് ഇന്നേ വരെ അധികാരം കിട്ടിയിട്ടില്ലാത്തത്. അതിനൊരു ഉദാഹരണമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കേരളത്തോളം വേരോട്ടമില്ലാത്തൊരു സംസ്ഥാനമാണ്. അത് ശത്രുതയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനും സ്റ്റാലിനെയും വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാലിനോളം എന്തായാലും പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെയോ സംഘപരിവാറിനെയോ ഒന്നും തന്നെ എതിർക്കുന്നില്ല. എന്നിട്ടും ഈ പറയുന്ന തമിഴ്നാടിനൊരു എയിംസ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. സോ അത്തരത്തിലൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചു കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് അതല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് തർക്കങ്ങളൊക്കെ തന്നെയും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനൊരു എയിംസ് കിട്ടുക എന്ന് പറയുന്നത് വിദൂരത്തിലുള്ള കാര്യമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ്. എന്ത് തന്നെയായാലും ഈ ഒരു ക്രെഡിറ്റ് മത്സരമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് ക്രെഡിറ്റ് പോകും അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് പോകരുത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനാരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത് മൂലം നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ്. അവരാണ് നികുതിദാതാക്കൾ. ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെയോ നേതാക്കന്മാരുടെയോ അതല്ലെങ്കിൽ മന്ത്രിമാരുടെയോ ഒന്നും തന്നെ വീട്ടിൽ നിന്ന് എടുത്തിട്ടല്ല ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത്. ഇതൊക്കെ തന്നെയും ജനങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള അവകാശങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ തന്നെയും ഒഴിവാക്കിയിട്ട് ഒരു കുറച്ചും കൂടെ സ്മൂത്തായ രീതിയിൽ ഗവേണൻസ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ കിട്ടും. ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതൊക്കെ തന്നെയും ഉപകാരത്തിൽ പെടുകയും ചെയ്യുമെന്നുള്ളതാണ്.